കോഴിക്കോട് നിന്നും ഏതാണ്ട് 236 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആംബ്രോത്ത്, കടമ്മം, കൽത്തേനി, തലസ്ഥാനമായ കവരത്തി, അമിന്തി തുടങ്ങിയ ഏതാണ്ട് 24ലധികം ചെറുദ്വീപുകൾ അടങ്ങിയ ലക്ഷദ്വീപ് എന്ന പ്രസിദ്ധമായ ദ്വീപ് സമുച്ചയം കിടക്കുന്നത്. കേരളത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി കേരളത്തോട് വളരെ അടുത്തായാണ് ഈ ദ്വീപസമൂഹമുള്ളത്. ഏതാണ്ട് 5000, 8000, 10000, 16000ത്തോളം ജനവാസമുള്ള ഈ ഓരോ ദ്വീപുകളിലും ഒട്ടുമേ ജനവാസമില്ലാത്ത സുഹൈലി, ബംഗാരം തുടങ്ങിയ ചെറുദ്വീപുകളുമുണ്ട്. ബംഗാരം എന്ന ദ്വീപ് വളരെ എക്സ്പെൻസീവായി താജ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ്. നോർത്ത് ഇന്ത്യയിലുള്ള വ്യാപാരികളും വ്യവസായികളും ലക്ഷദ്വീപിലെത്തി തമ്പടിച്ച് 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാറുണ്ട്. എന്നാൽ ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കോഴിക്കോട്, കൊച്ചി പോലുള്ള മെയിൻലാൻഡ് സമുച്ചയവുമായി വിച്ഛേദിച്ചു കിടക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഈ ലക്ഷദ്വീപ് നിവാസികൾക്കുള്ളത്. കേരളത്തിലെ കൊച്ചിയിൽ നിന്നും ഇൻഡിഗോ, ഫ്ലൈ 91, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന സർവീസുകൾ ലക്ഷദ്വീപിലേക്കുണ്ടെങ്കിലും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്നത് ഏറിയ ഭാഗവും കപ്പൽ സർവീസിനെ തന്നെയാണ്. MV കോറൽ, MV കവരത്തി, MV ലഗൂൺ തുടങ്ങിയ വലിയ കപ്പലുകളിൽ 400-500 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലുകളും അതുപോലെ തന്നെ 300-350 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലുകളും MV അറേബ്യൻ സീ, MV ബാരക് സീമ, RANB എന്നീ കപ്പലുകളും കൊച്ചിയിൽ നിന്നും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. കേരളീയർക്ക് 2 ദിവസം കൊണ്ട് ചുരുങ്ങിയ ചിലവിൽ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയും അതിനോട് ചേർന്നുള്ള അഗത്തി ദ്വീപുകളിലും ഒക്കെ ഉല്ലാസയാത്രകൾ നടത്തി തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ലക്ഷദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ആകർഷണമായ മറ്റൊരു പ്രധാന കാര്യം സ്കൂബ ഡൈവിംഗ് തന്നെയായിരിക്കും. വളരെ ഏറെ ആസ്വദിക്കാൻ കഴിയുന്നവയുമാണത്.